90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. സച്ചിയെ അപായപ്പെടുത്താൻ തെരേസ ഏൽപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് ചാലിയുടെ വിശദീകരണം. പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ സുഭാഷ് ചന്ദ്രനും കലേശനും. സച്ചിയുടെ ഓർമ്മകളിൽ അന്നയെ തിരികെ എത്തിക്കാൻ വഴികൾ തേടി കലേശനും അന്നയും. കൊച്ചെ, സച്ചി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തോ വെച്ചാ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്? ഡോക്ടർ പറഞ്ഞ പോലെ സച്ചി ആദ്യം കണ്ട മുതൽ ഇതുവരെയുള്ള ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അന്നേം സച്ചിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് അവനെ കാണിക്കാം. അവന് ഓർമ്മ വരും. ശരിയാ കൊച്ചെ, നമുക്ക് സാവകാശം മോനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ ഓർത്തെടുത്തോളൂ അല്ലേ കൊച്ചെ? അല്പം സമയം എടുത്താലും സച്ചി എല്ലാം ഓർത്തെടുക്കും എന്നാ, എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പാ എന്നാ എനിക്ക്. കൊച്ചെ, താലി കെട്ടാൻ പോകുന്നതിൻ്റെ അന്ന് വെളുപ്പിന് സച്ചി അബൂട്ടി ആൾക്കാർ പിടിച്ചിട്ട് പോയതും കെട്ടിയിട്ടതും അബൂട്ടി അവരുടെ പൈസ വാങ്ങി മാറ്റി പറഞ്ഞതും എല്ലാം നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ അബൂട്ടിയോട് ഇപ്പൊ വലിയ സ്നേഹല്ലേ? അവനാണ് ചതിച്ചതെന്നും വേറെ കല്യാണം കഴിക്കാനായിട്ട് വഴി ഒരുക്കി കൊടുത്തതെന്നും നമുക്ക് സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാനാ. അച്ഛാ, അവന്റെ ഒരു ജീവൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെയാ പറയാ? ആര് പറയും? പറഞ്ഞ സച്ചി വിശ്വസിക്കോ? പറയച്ച. ഞാൻ പ്രഗ്നന്റ് ആണ്, അതവന്റെ കുഞ്ഞാണെന്നൊക്കെ ഞാൻ പോയി പറഞ്ഞ ഒരു പെണ്ണായ എന്നെ അവൻ എങ്ങനെയായിരിക്കും കാണുക? എങ്ങനെയാ ഞാനത് അവനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക് അവനോടും അവൻ എന്നോടും. ഞാൻ എന്നെ തന്നെ അസൂയപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ സച്ചിയെ എനിക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. അവനും അതെന്നോട് പറയുമായിരുന്നു. അന്ന, എനിക്ക് നിന്നോട് അസൂയയാണ്, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ തിരിച്ചു നിന്നെ സ്നേഹിക്കാനുള്ള ശേഷി എനിക്കില്ലല്ലോ എന്ന്. ആ അളവില് സ്നേഹം തരാൻ അവന് പറ്റുന്നില്ലല്ലോ എന്ന്. അവന്റെ ആ സ്നേഹത്തിന്റെ അളവ് അവന്റെ മനസ്സിലിപ്പം ഒട്ടും ബാക്കിയില്ലല്ലോ. ഞാനിനി എത്ര വാരിക്കോരി അവന് സ്നേഹം കൊടുത്താലും അവന് തിരിച്ചു തരാൻ അവന്റെ കയ്യിൽ കരുതി വെച്ച ഒരു തുള്ളി സ്നേഹം പോലും ഇപ്പോ ഇല്ല. അവൻ ചോദിച്ചു കേട്ടില്ലേ എന്റെ പേരെന്താന്ന്? ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്?
മണിച്ചി, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ വെറുക്കുവാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മോളെന്താ ഈ പറയുന്നത്? നിന്നെ അവൻ വെറുക്കില്ല. നിന്റെ സ്നേഹം അവന് കാണാതെ പോകാൻ പറ്റില്ല. മോള് വാ, അച്ഛനുണ്ട് കൂടെ. എന്തോ പറഞ്ഞു മോളെ മമ്മി? മമ്മി ഇങ്ങ് വന്നേ. വാ, നമുക്ക് അകത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് രണ്ടുപേരും കൂടി സംസാരിക്കാം. മോള് വാ. അച്ഛൻ ചെല്ല്, ഞാൻ പിന്നെ കണ്ടോളാം. അച്ഛൻ സംസാരിക്കാം. മോള് വാ. ഇല്ല അച്ഛ, ഇപ്പൊ അച്ഛൻ സംസാരിക്കേ. ഞാനിനി വന്നിട്ട് അവൻ എന്നെ അറിയില്ല എന്ന് ഇനിയും പറയുന്ന കേൾക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ ചെല്ല്. മോളെ കൂടെ നിർത്തി അച്ഛൻ സംസാരിക്കാം. ഇപ്പൊ അച്ഛൻ ചെല്ല്, ചെല്ല്, പോയി സംസാരിക്കേ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. BP നോർമലാ, പക്ഷെ സ്റ്റേബിൾ അല്ല. 2 ദിവസം കൂടെ കഴിയുമ്പോൾ എല്ലാം ശരിയാവും. നന്നായിട്ട് ഉറങ്ങിക്കോണം. മോളെ, ഈ ഡോക്ടർമാര് പറയുന്നൊന്നും മോള് വിശ്വസിക്കണ്ട. അവരിങ്ങനെ ഓരോന്ന് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ മൂത്ത ആങ്ങളുടെ മോൻ പ്രസാദേ, അവൻ തെങ്ങിന്ന് വീണ് കുറെ നാള് കിടന്നതാ. എഴുന്നേറ്റ് വരില്ലെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞതാ. കലഞ്ഞൂർ ഉണ്ണി വൈദ്യരാ അവനെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ കൂപ്പിലവൻ തടിലോറി ഓടിക്കുക. ഉണ്ണി വൈദ്യൻ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അച്ഛനോട് പറഞ്ഞിട്ട് ചെറുക്കനെ അവിടെ കൊണ്ട് കാണിക്കാം. ഞാൻ പറഞ്ഞ സച്ചിയുടെ അച്ഛനെ ഒഴിവൊഴിവ് പറയും. മോള് പറഞ്ഞ കേക്ക്. നമ്മൾ ആര് പറഞ്ഞാലും സച്ചി കേൾക്കില്ല. അബൂട്ടി പറയണം. അവൻ പറഞ്ഞാലേ സച്ചി കേൾക്കൂ. അവനിങ്ങി വരട്ടെ. എന്റെ ചെറുക്കന്റെ മുന്നിൽ ഇനി വരരുത്. പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ എന്റെ ചെറുക്കൻ ഈ പരുവത്തിലാക്കിയിട്ട്. ഇനി മോള് പറഞ്ഞു വിലക്കേക്കണം, കൊണ്ടേക്കരുതെന്ന്. മോക്കാ ഇനി അവകാശം. സച്ചിയുടെ മനസ്സിൽ ഞാൻ ഒരു അവകാശമില്ലാത്ത ആളാ. ആ പിന്നെ ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയോ? 5-6 മാസം കഴിയുമ്പം ഒരു പൊടിക്കുഞ്ഞിനെ അവൻ മടിയിലിരുത്തി നൂല് കെട്ടേണ്ടതാ. അതിനു മുമ്പ് അവൻ എഴുന്നേറ്റ് നടക്കും. നോക്കിക്കോ. മമ്മി ആ ദേ വിളിക്കണു. അല്ല സിസ്റ്ററെ, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? ചെറുതായിട്ട് പൊടിയരിക്കഞ്ഞി കൊടുക്കാം. ഞാൻ വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വന്നാ മതിയോ? വേണ്ട, ബുദ്ധിമുട്ടണ്ട. രാത്രി ഞാൻ കഴിക്കുന്നത് പൊടിയരിക്കഞ്ഞിയാ. അത് ഞാൻ തന്നെ ഇവിടെ വെക്കുന്നതുവാ. മറ്റു പേഷ്യൻസിന് വേണ്ടി വന്നാൽ കൊടുക്കും. അതിവിടെ പതിവാ. പേടിക്കൊന്നും വേണ്ട. ഈ സനുഷ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അന്നമോളെ അകത്തോട്ട് വിളിക്കട്ടെ മോനെ. അവളങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുക.
എങ്ങോട്ടും പോകാതെ വാതൊക്കെ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ തന്നെ അത് എങ്ങോട്ട് പോവാനാ? ഞാനൊന്ന് വിളിക്കട്ടെ മോനെ. വിളിക്കട്ടോ? മോൻ പറ. ആരുടെ കാര്യ മനസ്സി അമ്മ പറയുന്നത്? മക്കളെ ശരിക്കും ഓർത്തു നോക്കിയേ, നിങ്ങൾ എന്തൊരു സ്നേഹമായിരുന്നു. ഞാനൊന്ന് വിളിക്കട്ടെ അവളെ. വേണ്ട, എനിക്കറിയില്ല. ബൂട്ടി എവിടെ? എന്റെ മോനെ, അബൂട്ടി നിന്റെ ആരുമല്ല. മാമി, നീ പിന്നെ അബൂട്ടിയെ കാണണമെന്ന് പറഞ്ഞു. നീ വെള്ളടി. പറയണ്ടേ? നീ അബൂട്ടിയെ കാണണമെന്ന് പറയാതെ കുഞ്ഞേ. അവൻ പറയണ ദുഷ്ടനാ. മനസ്സിലാക്കും മാമി. ദുഷ്ടൻ. വന്നേ. ബൂട്ടി മോൻ റെസ്റ്റ് എടുക്കുക. ആ ബൂട്ടിനെ കൊണ്ടുവരാം കേട്ടോ. ആ ബൂട്ടിയോട് വരാൻ പറ അച്ഛാ. ബൂട്ടി എവിടെ അച്ഛാ? മുന്നറിയിക്കോ. ആ ബൂട്ടി വരും. അച്ഛനുണ്ട്. ബൂട്ടിയോട് വരാൻ പറ. ആ ബൂട്ടി വരും കേട്ടോ. ആ സതീഷ. ആ മാഡം, മാഡം വല്ലത് അറിഞ്ഞായിരുന്നു? എന്ത് സതീഷ? SP സാർ എന്നെ വിളിപ്പിച്ചിരിക്കുക. അതെന്തിനാ? അതെന്ത് ചോദ്യാ മാഡം? സാർ എന്നെ വിളിപ്പിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമായ കാര്യം കാണും. ഒന്നെങ്കിൽ പുതിയ പണി ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഉള്ള പണി പോകും. അതിലേതെങ്കിലും ഒന്നായിരിക്കും. സതീഷ, ഇനി SP വിളിപ്പിച്ചാലും ഇയാൾക്ക് വല്ല ട്രാൻസ്ഫർ മറ്റോ ആയിരിക്കും. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. അല്ലെങ്കിലും സതീഷ നാട്ടിൽ പോകാനിരിക്കുമായിരുന്നില്ലേ? മാഡം, ട്രാൻസ്ഫർ ആണെങ്കിൽ കുഴപ്പമില്ല. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ കഷ്ടമാ. അവരുടെ ആൾക്കാരെല്ലാരും കൂടി സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ആദ്യമേ മൊഴിയെടുക്കാന്ന്. നേടത്തിനായിരുന്നല്ലോ നിർബന്ധം അത് ആത്മഹത്യയാക്കി തീർക്കാൻ. ഇനിയിപ്പോ പഴയ കേസെല്ലാം കൂടി അവര് കുത്തിപ്പൊക്കി കൊണ്ടുവരും. സച്ചയെയും അബൂട്ടിയൊക്കെ തട്ടിക്കൊണ്ടുപോയതും കെട്ടിയിട്ടതും കല്യാണം മുടക്കിയതും എല്ലാം കൂടി അവര് കുത്തിപ്പൊക്കും. മാഡം, ഇത് കുഴപ്പിക്കുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണേ. സതീഷ, ഒന്നിലൊരു തെളിവില്ലാത്ത കാര്യങ്ങളാ. സതീഷ് അന്വേഷിച്ച കാര്യങ്ങൾ SP അങ്ങ് ബോധിപ്പിച്ച പോരെ? മാഡം, മാഡത്തിന് എന്നാ പിന്നെ സാറിനെ വിളിച്ചെന്ന് പറഞ്ഞൂടെ? നിങ്ങളൊക്കെ സ്വാധീനമുള്ള ആളുകളല്ലേ മാഡം? പുതിയ SP മുനീർ സാദത്തല്ലേ? നമ്മളുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. മാഡം, അയാൾ പുലിയ. അയാൾ നിലത്ത് നിർത്തത്തില്ല. ആ, എന്തായാലും സതീഷിനെ അങ്ങോട്ട് ചെല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ചാൽ മതി. മാഡം, ഇത് ഹലോ ഹലോ. ഓപ്പ്. മധു, ഒന്ന് പെടുന്ന വിടറ. ഉള്ളോ? 500 കൂടെ കാണണമായിരുന്നല്ലേ? ആ ദേ, ഇതും കൂടെ വെച്ചോ. 3500 ഉണ്ട്. പകുതി അടച്ചാലേ ഇത് മതിയാവും. ബിൽസ് മുതലാളി സഹായിച്ചുകൊണ്ട് കടമൊന്നും മേടിക്കേണ്ടി വന്നില്ല. അല്ല, നിങ്ങൾ ഇതും കൂടെ വെച്ചോ. നീ കയ്യിൽ വെക്കേ, ഞാൻ പറയാം. അവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ വെച്ച്? പൈസ ഞാൻ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്. പപ്പയുടെയാ, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ എടുക്കാറുണ്ട്. പപ്പ എനിക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന പൈസയാ അത്. അതൊന്നും വേണ്ട മോളെ. മോള് പറഞ്ഞു തന്നെ വലിയ കാര്യം. സച്ചിക്ക് വേണ്ടിയല്ലേ. അച്ഛൻ ആരോഗ്യമുള്ളിടത്തോളം എൻ്റെ മോനും മോളും വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. കൊച്ചിനെ നോക്ക്. മോളെ, സച്ചിയുടെ ബാക്കി എത്ര ബില്ലെന്ന് പറയാമോ? സച്ചിദാനന്ദ കലേഷൻ അല്ലയോ? ബില്ലടച്ചല്ലോ. 1,23,600 രൂപ അടച്ചു. ആരടച്ചു?
വർഗീസ് ചാലിശ്ശേരി സാറ്. വർഗീസ് ചാലിശ്ശേരിയോ? അടച്ചിട്ട് കുറെ നേരമായി. സാറിതോ അവിടെ ഇരിപ്പുണ്ട്. നീ പൈസ ഒടിച്ചേ. മോളെ അങ്ങനോട്ടാ ശരിയാവില്ല. മോള് വന്നേ. കലേശ ഡിസ്ചാർജ് ചെയ്തു പറഞ്ഞപ്പോ ഞാനിങ്ങ് പോന്നു. എന്റെ മോന്റെ ബില്ലടക്കം നിങ്ങളോട് ആരാ പറഞ്ഞ? കലേശ, അത് എന്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നി. എന്ത് കടമ? കടമയൊന്നുമില്ല, ചെയ്തു കൂട്ടിയതൊക്കെ മഹാപാപമാണെന്ന് അറിയാം. കുറ്റബോധം കാണും ഇപ്പോ. പക്ഷെ ചാലിച്ചായ, നിങ്ങളുടെ ആരുടെ ഒരു രൂപ പോലും നമുക്ക് വേണ്ട, വാങ്ങിക്കത്തില്ല. സെറ്റിൽ ചെയ്തിരിക്കുന്ന പൈസയെല്ലാം വാങ്ങിച്ചു പോയേക്കണം ഇപ്പോ. അന്നമോളെ, പിടിവാശി വേണ്ട. നിന്റെ മമ്മി തെരേസാമ്മയുടെ സ്വഭാവം നിനക്ക് വേണ്ട. പിടിവാശികളാ, അതങ്ങ് വിട്ടേര്. വേണ്ട ചാലിച്ചായ, ആ കൊടുത്തേക്കുന്ന പൈസ തിരിച്ചു വാങ്ങിച്ചോണ്ട് പൊക്കോണം. ഞങ്ങൾക്കത് ആവശ്യമില്ല. എന്തേലും മനസ്സിൽ കണ്ട് മമ്മി പറഞ്ഞു വിട്ടതായിരിക്കും സെറ്റിൽ ചെയ്യാൻ. അച്ഛ, ഇതെന്തോ പ്ലാനിങ്ങാ. പൈസ വാങ്ങിച്ചോണ്ട് പോവാൻ പറ. മോളെ നിന്ന്. അന്നമോളെ, ഞാനടച്ച പൈസ നിന്റെ പൈസയാ. നിന്റെ ഭർത്താവ് സച്ചിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി നിന്റെ മമ്മിയും നിന്റെ പഴയ ഭർത്താവ് ബോബിയും എന്റെ മുമ്പിൽ കൊണ്ടുവച്ചത് 20 ലക്ഷം രൂപയാ. അതീന്നാ ഞാൻ ബില്ലടച്ചത്. അന്നമോക്ക് അവകാശപ്പെട്ട പൈസയാ. നിന്റെ സച്ചിയുടെ ജീവൻ എടുക്കാൻ അവര് തന്ന പണം ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം രക്ഷിക്കാനുള്ളതാകണം. അതെ, ചാലിച്ചായന്റെ ഒരു വാശിയാണ്. വേണ്ട, നിങ്ങൾ ആരുടെ ഒരു സഹായം എനിക്ക് വേണ്ട. വാങ്ങിച്ചോണ്ട് പോവാൻ നോക്ക്. ശരി മോളെ, മോളുടെ വാശി നടക്കട്ടെ. പക്ഷെ മോൾക്കും മോളുടെ ഭർത്താവിനും വേണ്ടി അവരെറിഞ്ഞു തന്ന ലക്ഷങ്ങൾ ഞാൻ മോളുടെ പേരിൽ തന്നെ വകമാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ മോൾക്കത് ആവശ്യം വരും. ഇല്ല ചാലിച്ചായ, ഇനി എന്താവശ്യം വന്നാലും നിങ്ങൾ ആരുടെ മുന്നിൽ ഞാൻ കൈനീട്ടി വരില്ല. വാശി നല്ലതാ മോളെ, പക്ഷെ നിന്ദിക്കുന്നത് പാപമാ. കർത്താവ് തമ്പുരാൻ പൊറുക്കത്തില്ല. മോളി പണത്തിനു വേണ്ടി കൈനീട്ടി വരേണ്ടി വരും. അന്നും ഈ ചാലിച്ചായൻ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. എന്റെ മോളെ, നിനക്ക് നല്ലത് വരട്ടെ. കലേശ, ചാലി ഇപ്പൊ ആരാണെന്ന് ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേര്. ചാലി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. നിങ്ങൾക്ക് ചാലി മാത്രമേ കാണുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. അതിരിങ്കിലുകാർക്ക് എന്റെ മോളെ വേണ്ടെങ്കിലും ഈ ചാലിച്ചായന് വേണം. ഞാനേ എന്റെ കൈവളെ കൊണ്ട് നടന്നതാ ഇവളെ. അതെ, ചാലിച്ചായന് പറ്റത്തില്ല. പോട്ടെ മോളെ, ഞാനടച്ച പണം തിരിച്ചു മേടിച്ച് ഞാൻ പൊക്കോളാം. മോൾ അതോർത്തിനി വിഷമിക്കണ്ട. കലേശ, പോട്ടെ കലേശ. അച്ഛൻ ബില്ലടിച്ചിട്ട് വരാം. കൊച്ചിയല്ലേ?
ഞാൻ ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന്.